ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ക്രൗണാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ബർത്ത്ഡേ ക്രൗൺ മേടിച്ചിട്ട് 75-100 രൂപയ്ക്കൊക്കെ പല റേറ്റിന് മേടിച്ചിട്ട് ഒരുപാട് നഷ്ടത്തിലാണ് അവർ ബർത്ത്ഡേ ക്രൗൺ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റില്ലേ, 15 ഷീറ്റിന് 15 രൂപയൊക്കെ ആയിരിക്കും ഒരു കടയിൽ, ചിലയിടത്ത് 20 രൂപയായിരിക്കും. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഒരു ഗ്ലിറ്റർ ഷീറ്റ് വേണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കുറച്ച് സെൻറ്ററായിട്ട് ജസ്റ്റ് അതിൻ്റെ മോഡലൊന്ന് വരച്ച് അടയാളപ്പെടുത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇത്ര അളവിന് അതായത് ഒരു ഗ്ലിറ്റർ ഷീറ്റ് എന്ന് പറയുമ്പോൾ A4 സൈസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗത്തിൽ കുറച്ചുകൂടി, അരഭാഗം നേര് പകുതി വേണ്ട, കാൽഭാഗത്തിൽ കുറച്ചുകൂടി. എന്നിട്ട് ഇതുപോലെ ഒരു ബേസ് ബോർഡോ എന്തെങ്കിലും ഒരു മോഡൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഇതിൽ കാണിക്കുന്നത് പോലെ വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ച് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് പേന കൊണ്ട് മാർക്ക് ചെയ്ത് വരച്ചെടുത്ത ശേഷം അതിനെ നമ്മൾ ഒരു കത്രിക എന്തെങ്കിലും വച്ച് നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ഷേപ്പൊന്നും മാറാതെ ആ വരയിൽ കൂടെ തന്നെ വച്ചിട്ട് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റോൺ ലേസ് ഇല്ലേ, കടകളിലും വാങ്ങാൻ കിട്ടും, മീറ്റർ 40 അത്രയും രൂപയൊക്കെ ആയിരിക്കുള്ളൂ. ഒരു സ്റ്റോൺ ലേസ് വാങ്ങിച്ചിട്ട് മിക്സഡ് കളർ മേടിക്കാം, ഗോൾഡൻ കളർ മേടിക്കാം, എങ്ങനെ വേണോ മേടിക്കാം. ഇതൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറാണ്. അതിൽ ഞാനിവിടെ ഒരു 25 സെൻറ്റിമീറ്റർ കണക്കാക്കിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അത്രയും അതിൻ്റെ കണക്കാക്കി നമ്മളത് മുറിച്ചെടുത്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം, ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് B7000-ൻ്റെ ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഇളകി പോകത്തില്ല. പിന്നെ ഒരു ബോയുടെ ബേസ് കോട്ടൺ വെച്ചിട്ട്, അതായത് നമ്മൾ സാറ്റൻ്റെ ക്ലോത്ത് വെച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു കോട്ടനാണ്, ബോയാണ്. ആ ബോയിൽ ഇത് ഒട്ടിച്ച് റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് കവർ ചെയ്തെടുക്കാം, നീറ്റായിട്ട് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കാം. ബാക്കി സൈഡിൽ കണ്ടില്ലേ, സൈഡിൽ ശകലം ചെറിയ കുഞ്ഞു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് കാണുമല്ലോ, അതെടുത്ത് സൈഡിലൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കട്ടറിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കട്ടർ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ആ കട്ടർ എടുത്തിട്ട് അതിനെ കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൽ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുന്നതായി കാണിച്ചിരിക്കുന്നു. വളരെ സിമ്പിളാണ്. നമുക്ക് വേറെ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിക്ക് ഒട്ടിക്കുന്നതിനാണ്. അത് ഒട്ടിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അവൈലബിളായിട്ട് കിട്ടും. പല മോഡൽസ്, ഫ്ലവേഴ്സിൻ്റെ മോഡൽ, സ്ക്വയറിൻ്റെ മോഡൽ, അങ്ങനെ കുറച്ച് ഒരു 7-8 ഒക്കെ ഒറ്റ ഇതിൽ കിട്ടുമായിരിക്കും. ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ അവൈലബിളായിട്ടുണ്ട്. അപ്പോൾ അതിതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം. റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നില്ലേ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കട്ടർ എടുത്തിട്ട് ദാണ്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ നല്ല പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ഷേപ്പിന് ആ റൗണ്ട് ഷേപ്പ് കിട്ടും. ഇതുപോലെ അതിന് ചുറ്റിന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 8-10 ഒട്ടിച്ചെടുത്ത് അതിനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള കളർ കസ്റ്റമൈസ് ആയിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അവർക്ക് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ അങ്ങനെ എന്തെങ്കിലും സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. വീട്ടിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറിലുള്ളത് അതേ കളറിലെ ഗ്ലിറ്റർ ഷീറ്റ് മേടിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്തെടുക്കാൻ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്തെടുക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ബൈ.